പിണറായി വിജയൻ മുഖ്യമന്ത്രി മൂന്നാമത്തെ തവണയും വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ധർമ്മടത്ത് നിന്ന് ജയിക്കുകയും ചെയ്യുമ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ പിണറായി വിജയൻ കാലാവധി പൂർത്തീകരിക്കാൻ നിൽക്കില്ല. ഇടയ്ക്ക് വെച്ച് അദ്ദേഹം തന്നെ ആരുടെയും പ്രേരണ കൂടാതെ അദ്ദേഹം തന്നെ പാർട്ടിയുടെ മുമ്പാകെ എനിക്ക് രാജിവെക്കണം, എന്നെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്ന് ആവശ്യപ്പെടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ശൈലജ ടീച്ചർ പേരാവൂരിൽ നിന്ന് അഥവാ സണ്ണി ജോസഫിനെ അട്ടിമറിച്ച് നിയമസഭയിൽ എത്തിക്കഴിഞ്ഞാൽ ശൈലജ ടീച്ചർ മന്ത്രിസഭയിലുണ്ടാവും. വീണ ജോർജ് ഇത്തവണ ജയിച്ചാലും മന്ത്രിയാവില്ല. അതേപോലെ തന്നെ മന്ത്രി ബിന്ദു ഇത്തവണ ജയിച്ചാലും മന്ത്രിയാവില്ല. രണ്ടാമതൊരു ടൈം അവർക്ക് മന്ത്രിസ്ഥാനം കൊടുക്കില്ല. അവർക്കൊക്കെ MLA-മാരായിട്ട് തുടരാം. ഒരു ചെറിയ സാധ്യതയുള്ളത് റിയാസിന് തന്നെയാണ് അവിടെ, കടുത്ത മത്സരമാണെങ്കിലും. പക്ഷേ റിയാസ് ജയിച്ചാലും റിയാസിനെ ഇത്തവണ ക്യാബിനറ്റിലേക്ക് ഉൾപ്പെടുത്തില്ല. ജോസ് കെ മാണി മന്ത്രിസഭയിലുണ്ട് ഉറപ്പിച്ച്. അതിനകത്ത് പിന്നെ സംശയമൊന്നും ഇല്ലാത്ത കാര്യം. നമസ്കാരം. നമസ്കാരം. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഇനി ഏകദേശം ഒരു 2 ആഴ്ച കൂടി മാത്രമേ ബാക്കിയുള്ളൂ. എന്നാലും നമുക്ക് ഇപ്പോഴും ആര് വരും ആര് വീഴുന്നൊന്നും കൃത്യമായിട്ട് പറയാൻ പറ്റാത്ത അത്രയും ടൈറ്റായിട്ടുള്ളൊരു മത്സരം നടന്നൊരു തെരഞ്ഞെടുപ്പാണ് വന്നിരിക്കുന്നത്. നമ്മൾ നേരത്തെ ഇതുപോലെ ഇൻ കേസ് UDF അധികാരത്തിൽ വന്നാൽ ആരൊക്കെ ആയിരിക്കും മുന്നോട്ട് വരാം മന്ത്രിസഭയിൽ എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു ചർച്ച നടത്തിയിട്ടുള്ളതാണ്. ഇനി നമുക്ക് പിണറായി വിജയൻ അല്ലെങ്കിൽ LDF-ന് ഒരു തുടർച്ചയായ 3ാം ഭരണം കിട്ടുകയാണെങ്കിൽ ആർക്കൊക്കെ ആയിരിക്കും മന്ത്രിസഭയിൽ സാധ്യതകൾ, അതൊക്കെ ഏത് വകുപ്പുകളായിരിക്കും എന്നൊക്കെ ഒന്ന് വിലയിരുത്താൻ പറ്റുമോ? ഇതിനകത്ത് ഇപ്പോഴും പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ടൈറ്റ് ഫൈറ്റ് എന്ന് നമ്മൾ പറയുമ്പോഴും നമ്മൾ കാണാത്ത ഒരു വേവ് ഉണ്ടെങ്കിൽ, ഒരു സുനാമി അടിച്ചു കഴിഞ്ഞാൽ പിന്നെ സതീഷിനൊക്കെ പ്രഡിക്റ്റ് ചെയ്ത മാതിരി വലിയൊരു മാർജിനിലേക്ക് പോകാം. കാരണം നമുക്ക് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചിത്രം നമ്മുടെ മുമ്പിലുണ്ട്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ അടിയൊഴുക്കുകൾ ആർക്കും പ്രവചിക്കാൻ പറ്റാത്ത രീതിയിൽ പല കോർപ്പറേഷനുകളും കടവൊഴുകി വീഴുന്നത് നമ്മൾ കണ്ടു. അങ്ങനെയുള്ള ഇടതുപക്ഷത്തിന് കാലങ്ങളായി വോട്ട് ചെയ്യുന്നവർക്കിടയിൽ ഒരു അതൃപ്തി ഉണ്ടാവുകയും ആ വോട്ട് എതിർ വോട്ടായിട്ട് മാറുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ തരംഗം ഉണ്ടായിക്കഴിഞ്ഞാൽ നെക്ക് ടു നെക്ക് എന്ന് പറയുന്ന സാധനം ഇല്ല. അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ടൈറ്റ് ഫൈറ്റ് ആയിട്ട് തന്നെയാണ് സ്വാഭാവികമായി കാണേണ്ടത്. കാരണം തുടക്കത്തിലുണ്ടായിരുന്ന ഒരു ഭരണവിരുദ്ധ വികാരം അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സാധനം ഈ ദില്ലിയിലെ കോൺഗ്രസിൻ്റെ ചർച്ചകളോട് കൂടിയിട്ട് കുറേ മാറിയിട്ടുണ്ട്. പിക്ചർ കുറേ മാറിക്കഴിഞ്ഞു. പിന്നീട് ഈ വിവാദങ്ങൾ കാര്യങ്ങളൊക്കെ വന്നതോട് കൂടിയിട്ട് ഇവർക്കിടയിൽ ഇവരെ എങ്ങനെ വിശ്വസിച്ച് വോട്ട് ചെയ്യുന്നത് തോന്നലുണ്ടായതിൻ്റെ ഭാഗമായിട്ട് ജനങ്ങൾക്കിടയിൽ മനംമാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിലാണ് ഈ ടൈറ്റ് ഫൈറ്റ് എന്ന് പറയുന്ന സാധനം ഉള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്പോഴും വളരെ കോൺഫിഡൻ്റ് ആയിട്ട് രണ്ടു കൂട്ടരും വളരെ കോൺഫിഡൻസിലാണ്. കോൺഫിഡൻസ് ഇല്ലാതെ നിൽക്കുന്നത് ഇലക്ഷൻ ശേഷം ഒരു ആത്മവിശ്വാസവും പ്രകടിപ്പിക്കാത്തത് BJP മാത്രമാണ്. അതുവരെ അവർക്ക് വലിയ സാധ്യതകളുണ്ടായിരുന്നു. അവർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് നിയമസഭാ മണ്ഡലങ്ങളുടെ മുമ്പിലെത്തിയതാണ്. പക്ഷേ അവരുടെ സ്ഥാനാർത്ഥി നിർണ്ണയം അമ്പേ പാളിപ്പോയി. അവരെ ഇലക്ഷൻ സ്ട്രാറ്റജി പിന്നെ അങ്ങേയറ്റം പരാജയമായിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് BJP ഒരു ആത്മവിശ്വാസവും പ്രകടിപ്പിക്കുന്നില്ല. വല്ലതും കിട്ടിയാൽ കിട്ടി എന്നുള്ള മാതിരി പിന്നെ അവർ വോട്ടെണ്ണി കഴിയുന്നിടം വരെ മിണ്ടാണ്ടിരിക്കുക. അവരെ ഇലക്ഷൻ റിവ്യൂവിന് ശേഷം അവരൊരു അക്ഷരം പറഞ്ഞിട്ടില്ല. ഒരു അവകാശവാദം ഉന്നയിച്ചിട്ടില്ല. അതേസമയം ഇടതുമുന്നണി വീണ്ടും അധികാരത്തിൽ വരും എന്നുള്ളത് ഗോവിന്ദൻ മാഷ് പറഞ്ഞിട്ടുണ്ട്. അവരുടെ നേതാക്കന്മാരെല്ലാം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. UDF-ൻ്റെ നേതാക്കന്മാരാണെങ്കിൽ മുഖ്യമന്ത്രിയെ ഇപ്പോഴെ തീരുമാനിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ലോബിയിങ് തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവരും 100% വരും എന്നുള്ള ആത്മവിശ്വാസത്തിലാണ്. രണ്ടു കൂട്ടരാണ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. അതിനകത്ത് LDF വന്നാൽ മുഖ്യമന്ത്രി ആര് എന്ന ചോദ്യത്തിനും ഒരു സംശയമില്ല. അവിടെ ചർച്ചയില്ല, ഒന്നുമില്ല. പിണറായി വിജയൻ മുഖ്യമന്ത്രി മൂന്നാമത്തെ തവണയും വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ധർമ്മടത്ത് നിന്ന് ജയിക്കുകയും ചെയ്യുമ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ക്യാപ്റ്റനെക്കുറിച്ച് അവിടെ ടീം ലീഡറെക്കുറിച്ച് അവിടെ ഒരു കൺഫ്യൂഷനില്ല എന്നുള്ളതാണ്. പക്ഷേ പിണറായി വിജയൻ 5 വർഷം തുടർച്ചയായിട്ട് മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പേരാവൂരിൽ നിന്ന് ശൈലജ ടീച്ചർ മത്സരിച്ച് വിജയിക്കുകയാണെങ്കിൽ ശൈലജ ടീച്ചർ, അല്ലെങ്കിൽ പറ്റുന്ന വേറൊരാളുണ്ടെങ്കിൽ പിണറായി വിജയൻ ഇടയ്ക്ക് വെച്ച് രാജിവെച്ച് ബാറ്റൺ കൈമാറും ഒരു 2 വർഷം കഴിയുമ്പോൾ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം സ്വാഭാവികമായി അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അദ്ദേഹം തന്നെ പ്രശ്നങ്ങൾ വെച്ചിട്ടാണ്, ആരോഗ്യ പ്രശ്നങ്ങളും അതിനപ്പുറം പിന്നെ സ്വരം മോശമാവുന്നതിന് മുമ്പ് പാട്ട് നിർത്തുക എന്ന് പറയുന്ന സാധനമുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് പുള്ളിക്ക്. അതിനൊക്കെ അതിജീവിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. പുള്ളിയെ സംബന്ധിച്ചിടത്തോളം 3ാമത്തെ ടേം കൂടെ അധികാരത്തിലെത്തിക്കുക എന്നുള്ളത് ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ എൻ്റെ നേതൃത്വത്തിൽ എന്നുള്ളതാണ്. 2016 അദ്ദേഹം വരുമ്പോൾ VS-ൻ്റെ നേതൃത്വത്തിലാണ്. VS-നെ കാണിച്ചിട്ടാണ് പിന്നെ പ്രചരണം നടത്തി അധികാരത്തിൽ വരുന്നത്. VS മുഖ്യമന്ത്രിയാവാൻ വേണ്ടി ആളുകൾ വോട്ട് ചെയ്തു. പക്ഷേ പിണറായി വിജയൻ അത് പിന്നെ പിടിച്ചു വാങ്ങി എന്നുള്ള ഉണ്ടായിരുന്ന ഒരു ആരോപണം, അതിൻ്റെ മുനയൊടിക്കാൻ അദ്ദേഹത്തിന് 2021 കഴിഞ്ഞു. കാരണം ഇദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പിലാണ് 2021 തെരഞ്ഞെടുപ്പിൽ അഭിമുഖീകരിച്ചത്. പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഇടതുമുന്നണിക്കാണ് വോട്ട് ചെയ്തത് ജനങ്ങൾ. അത് കഴിഞ്ഞിട്ട് ഒരു വട്ടം കൂടി വരിക എന്ന് പറഞ്ഞാൽ റെക്കോർഡാണ്. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ വലിയ റെക്കോർഡാണത്. കാരണം 3ാം ടേമും കൂടെ ഒരാളുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വരിക എന്ന് പറഞ്ഞാൽ അതൊരു പിന്നെ മൈൽ സ്റ്റോണാണ്, വലിയൊരു അച്ചീവ്മെൻറ്റാണത്. അപ്പോൾ പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ പിണറായി വിജയൻ കാലാവധി പൂർത്തീകരിക്കാൻ നിൽക്കില്ല. ഇടയ്ക്ക് വെച്ച് അദ്ദേഹം തന്നെ ആരുടെയും പ്രേരണ കൂടാതെ അദ്ദേഹം തന്നെ പാർട്ടിയുടെ മുമ്പാകെ എനിക്ക് രാജിവെക്കണം, എന്നെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്ന് ആവശ്യപ്പെടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. 5 വർഷത്തെ ടൈം അദ്ദേഹം പൂർത്തീകരിക്കാൻ നിൽക്കില്ല. നെക്സ്റ്റ് CM ആരാണോ അത് പിന്നെ ആ ആൾക്ക് ആ ബാറ്റൺ കൈമാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് കാസർഗോഡും തുടങ്ങാം. ഇടതുമുന്നണി അധികാരത്തിൽ വരികയും പിന്നെ കാസർഗോഡ് ജില്ലയിൽ എന്ന് പറഞ്ഞാൽ മഞ്ചേശ്വരത്തും കാസർഗോഡും ഇടതുമുന്നണി ചിത്രത്തിലില്ല. അറിയാലോ, അവിടുത്തെ ഒരു സ്ഥിതി അറിയാം. അവിടെ BJP-യും UDF-ഉം തമ്മിലാണ് മത്സരമുള്ളത്. പിന്നെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള 3 മണ്ഡലങ്ങളാണ്: കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂര്, ഉദുമ.
ഇത് മൂന്നും ഇടതു മുന്നണിയുടെ കോട്ടകളായിട്ട് തന്നെ നിൽക്കുന്നതാണ്. തൃക്കരിപ്പൂരിൽ ഇത്തവണ നല്ല ടൈറ്റ് ഫൈറ്റ് നടന്നിട്ടുണ്ട്. കാരണം സന്ദീപ് വാര്യർ പിന്നെ അവിടെ കോൺഗ്രസിലെ സ്ഥാനാർത്ഥിയായിട്ട് ചെല്ലുമ്പോൾ തീർത്തും അവിചാരിതമായി അവിടേക്ക് വണ്ടി കയറേണ്ടി വന്ന ആളാണ് സന്ദീപ് തവനൂരോ അല്ലെങ്കിൽ പാലക്കാടോ അതല്ലെങ്കിൽ തൃശ്ശൂരോ ആണ് സ്ഥാനാർത്ഥിയാവുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത്. പക്ഷേ അവസാന ഘട്ടത്തിൽ ഇവരുടെ വീതമെപ്പൊക്കെ കഴിഞ്ഞപ്പോഴാണ് തൃക്കരിപ്പൂർ കൊടുത്തത്. പക്ഷേ സന്ദീപ് ചെന്നപ്പോൾ ഓളം സൃഷ്ടിച്ചിട്ടുണ്ട്. അത് തൃക്കരിപ്പൂർ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത് VPP മുസ്തഫയാണ്. മുസ്തഫ പിന്നെ മന്ത്രി രാജേഷിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു, CPM ജില്ലാ സെക്രട്ടറി മെമ്പറാണ്, മുതിർന്ന നേതാവാണൊക്കെയാണ്. മുസ്തഫ ജയിച്ചാൽ, കാരണം അവിടെ പ്രത്യേകിച്ചും CH കുഞ്ഞമ്പൊന്നും സ്ഥാനാർത്ഥിത്വത്തിലില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ മുസ്തഫ ജയിച്ചാൽ മുസ്തഫയ്ക്ക് ഒരു മന്ത്രിസ്ഥാനത്തിന് സാധ്യതയുണ്ട് എന്നാണ് ഞാൻ കാണുന്നത്. എത്രത്തോളം കന്നി MLA ആണ്, ചിലപ്പോൾ പരിഗണിച്ചില്ല എന്ന് വരും. എന്നാൽ കന്നി MLA-മാരായിട്ടുള്ള റിയാസിനെയും രാജീവിനെയും ബാലഗോപാലിനും രാജീവിനും പിന്നെ പാർലമെൻ്ററി അനുഭവമുണ്ട്, കാരണം എക്സ്പീരിയൻസ് ഉണ്ട്, അവർ രാജ്യസഭയിൽ ഇരുന്നതാണ്. പക്ഷേ പാർലമെൻ്ററി രംഗത്ത് തന്നെ പുതിയതായിട്ട് വന്നിട്ടുള്ള റിയാസ് ഉൾപ്പെടെയുള്ളവർ മന്ത്രിമാരായ സ്ഥിതിക്ക് മുസ്തഫയെ പരിഗണിച്ചുകൂടായികയില്ല, പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റി എന്നുള്ള ആൾ എന്നുള്ള രീതിയിലും കൂടി പരിഗണിച്ചുകൂടായികയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തൊട്ടിപ്പുറത്ത് കണ്ണൂർ ജില്ലയിലേക്ക് വന്നു കഴിഞ്ഞാൽ കണ്ണൂർ ജില്ലയിൽ നിന്ന് അഴീക്കോട് നിന്ന് കഴിഞ്ഞ തവണ മത്സരിച്ച് വിജയിച്ച് ഇത്തവണ വീണ്ടും വിജയം ആവർത്തിച്ചാൽ KV സുമേഷ് സൈലൻ്റ് അച്ചീവറാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു, SFIയുടെയൊക്കെ സംസ്ഥാന സെക്രട്ടറി ഒക്കെ ആയിരുന്നു, പ്രസിഡൻ്റായിരുന്നു. KV സുമേഷ് വളരെ സൗമ്യനായ ഒരു വ്യക്തിയാണ്. KV സുമേഷിനെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ പക്ഷേ കടന്നപ്പള്ളി രാമേന്ദ്രൻ ഇനി ജയിച്ചു വന്നാലും മന്ത്രി ക്യാബിനറ്റിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. കടന്നപ്പള്ളി രാമേന്ദ്രനെയും എരത്തൂരിൽ നിന്ന് AK ശശീന്ദ്രനും ജയിച്ചു വന്ന് ഒരു ചെറിയ ഭൂരിപക്ഷത്തിലുള്ളൊരു മന്ത്രിസഭയാണെന്നുണ്ടെങ്കിൽ ഇവരെല്ലാം ഉൾക്കൊള്ളിക്കേണ്ടി വരും. കടന്നപ്പള്ളി രാമേന്ദ്രൻ കണ്ണൂർ ജയിക്കാനുള്ള സാധ്യതയും ഞാൻ കാണുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പം ജയിച്ചു വന്നാൽ തന്നെ ഇവരെ പിന്നെ അത്യാവശ്യം നല്ല ഭൂരിപക്ഷം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇടതുമുന്നണി ഇവരെ ഒന്നും മന്ത്രിസ്ഥാനത്തേക്ക് ഇനി പരിഗണിക്കപ്പെടില്ല. കാരണം അതിനാണ് ഇദ്ദേഹത്തെ ശശീന്ദ്രനാണെങ്കിലും അവസാനത്തെ ഒരു ആഗ്രഹം, ഒടുക്കത്തെ ആഗ്രഹം എന്ന് പറയില്ല, അതുകൊണ്ടാണ് വനം വകുപ്പിൽ 5 വർഷം അങ്ങ് ഇരുത്തിയത്. ഇടയ്ക്ക് വെച്ചിട്ട് അവരുടെ പാർട്ടി ആവശ്യപ്പെട്ടിട്ട് പോലും പിണറായി അദ്ദേഹത്തെ ക്യാബിനറ്റിൽ നിന്ന് മാറ്റാതിരുന്നതിൻ്റെ കാരണം അദ്ദേഹത്തിനുള്ള ഒരു ഒരു ആദരവ് എന്ന രീതിയിൽ ഇനി ചോദിക്കരുത് എന്നുള്ളത് പറഞ്ഞിട്ട് തന്നെ കൊടുത്തു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ടൈറ്റ് പിന്നെ ഒരു 72-68 വന്ന് നിന്ന് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരെല്ലാം ഉൾപ്പെടുത്തേണ്ടി വരും. ഇല്ലാന്നുണ്ടെങ്കിൽ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തില്ല. അപ്പം പിന്നെ സുമേഷ് അവിടെ നിന്ന് മന്ത്രിസഭയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ പേരാവൂരിൽ നിന്ന് സണ്ണി ജോസഫിനെ അട്ടിമറിച്ച് പിന്നെ ഈ സാധ്യതകളൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഇടതുമുന്നണി അധികാരത്തിൽ വന്നാൽ ഇടതുമുന്നണി അധികാരത്തിൽ വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഒരു 20% സാധ്യത മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. 80% ഞാൻ UDF വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്, എൻ്റെ ഒരു ഒബ്സർവേഷനകത്ത്. അപ്പം ആ ഒരു ചെറിയ സാധ്യത വെച്ചിട്ട് ഒരു ഉട്ടോപ്യനാണ് ഇപ്പോൾ നമ്മൾ വളരെ സാങ്കല്പിക ലോകത്തിരുന്നിട്ടാണ് ചർച്ച ചെയ്യുന്നത്. LDF അധികാരത്തിൽ വന്നാൽ എന്ന ക്ലോസോട് കൂടിയിട്ടാണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. അപ്പം ശൈലജ ടീച്ചർ പേരാവൂരിൽ നിന്ന് വീണ്ടും മത്സരിച്ച് ജയിച്ച് വന്നു കഴിഞ്ഞാൽ 2021 അവർ ക്യാബിനറ്റിൽ വരുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചാണ്, വന്നില്ല. ശൈലജ ടീച്ചർ ആരോഗ്യമന്ത്രി ആയിരുന്നു, 2016 ക്യാബിനറ്റിലുണ്ടായിരുന്നു. വളരെ പിന്നെ ശൈലജ ടീച്ചർക്ക് ഒരു ഇമേജ് ഉണ്ട്, വടകരയിൽ തോറ്റു എന്നൊക്കെ പറയുമ്പോഴും അതൊക്കെ ഒരു ഓളത്തിൻ്റെ ഭാഗമായിട്ടാണ്. ശൈലജ ടീച്ചർ പേരാവൂരിൽ നിന്ന് അഥവാ സണ്ണി ജോസഫിനെ അട്ടിമറിച്ച് നിയമസഭയിൽ എത്തിക്കഴിഞ്ഞാൽ ശൈലജ ടീച്ചർ മന്ത്രിസഭയിലുണ്ടാവും. സുമേഷിനും ഒരു സാധ്യതയും കാണുന്നുണ്ട്. പിന്നെയുള്ളത് PK ശ്യാമളയാണ്, തളിപ്പറമ്പിൽ. MP ഗോവിന്ദ മാഷിൻ്റെ ഭാര്യയാണ്, അതോടൊപ്പം തന്നെ SFI രംഗത്തൂടെ കടന്നു വന്നതാണ്. തളിപ്പറമ്പിൽ കടുത്ത മത്സരത്തെയാണ് അവർ പിന്നെ CPM മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായിട്ടുള്ള ഗോവിന്ദ മാഷിൻ്റെ ഭാര്യയും മറ്റൊരു ഗോവിന്ദ മാഷും തമ്മിലാണ് മത്സരമുള്ളത്. അപ്പം പിന്നെ ആ മത്സരത്തിൻ്റെ ഫലം എന്താണ് എന്നുള്ളത് പിന്നെ രണ്ടു കൂട്ടരും വളരെ ആത്മവിശ്വാസത്തിലാണ്. നമുക്കൊന്നും പ്രവചിക്കാൻ പറ്റാത്ത പ്രവചനാതീതമായൊരു മത്സരമാണ് തളിപ്പറമ്പിൽ നടന്നത്. ജയിച്ചു വന്ന ശ്യാമള ടീച്ചറെയും ഒരു പക്ഷേ പരിഗണിച്ചുകൂടായികയില്ല. അവർ മുമ്പ് ആന്തൂർ മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സൺ ആയിരുന്നു, പക്ഷേ ആ സമയത്ത് ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം 2 വനിതകൾ ആ ജില്ലയിൽ നിന്ന് വരുന്നതിനകത്തൊരു പ്രയാസം ഉണ്ടാവും. എനിക്ക് തോന്നുന്നു ശ്യാമള ടീച്ചറെ പരിഗണിക്കാൻ സാധ്യതയില്ല. ശൈലജ ടീച്ചർക്ക് തന്നെയായിരിക്കും പിന്നെ പ്രാധാന്യം നൽകുക. പിന്നെ സുമേഷിനാണ് പിന്നെ പ്രാധാന്യം കൊടുക്കാൻ സാധ്യതയുള്ളത്. കണ്ണൂർ ജില്ലയിൽ തന്നെ വേറൊരാൾക്ക്, നമ്മൾ കാണാത്ത ഒരാൾക്ക്, ശ്യാമള ടീച്ചർക്കൊക്കെ പരിഗണിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരു വിഷയമുണ്ട്. അതായത് വീണ ജോർജ് ഇത്തവണ ജയിച്ചാലും മന്ത്രിയാവില്ല. അതേപോലെ തന്നെ മന്ത്രി ബിന്ദു ഇത്തവണ ജയിച്ചാലും മന്ത്രിയാവില്ല. രണ്ടാമതൊരു ടൈം അവർക്ക് മന്ത്രിസ്ഥാനം കൊടുക്കില്ല, അവർക്കൊക്കെ MLA-മാരായിട്ട് തുടരാം. പക്ഷേ യു പ്രതിഭയെ പരിഗണിക്കേണ്ടി വരും. പ്രതിഭ ഇത്തവണ കൂടി കായം കൊടുത്തുനിന്ന് ജയിക്കുകയാണെങ്കിൽ, കടുത്ത മത്സരമാണ് നടന്നത്. ലിജു ആണ്. ലിജു എന്ന് പറഞ്ഞാൽ വളരെ മാന്യനായ രാഷ്ട്രീയക്കാരനാണ്. അപ്പോൾ ആ സമയത്ത് പിന്നെ ലിജു ചിലപ്പോൾ അട്ടിമറിക്കാനും സാധ്യതയുണ്ട് അവിടെ. പക്ഷേ കായംകുളത്ത് CPM വളരെ ശക്തി കേന്ദ്രങ്ങളുള്ള നമ്മളെ കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങൾ എന്ന് പറയുന്ന പോലെ പാർട്ടി ഗ്രാമങ്ങളുള്ള ബൂത്തിലിരിക്കാൻ കോൺഗ്രസിന് ആളുകളില്ലാത്ത കുറേ സ്ഥലങ്ങളുണ്ട്. അവിടെ നിന്ന് ലിജു അട്ടിമറിച്ച് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിജു ഒരു അത്ഭുതമാണ്. പണ്ട് കണ്ണൂരിൽ നിന്ന് അത്ഭുതക്കുട്ടിയായി അബ്ദുള്ളക്കുട്ടി ഇപ്പോൾ ലോക്സഭയിലേക്ക് പോയതുപോലെ ലിജു ഒരു പിന്നെ ജയിച്ചു കഴിഞ്ഞാൽ അതൊരു മഹാത്ഭുതങ്ങളിലൊന്നാണ്. അത്രയും ലിജുവിന് തന്നെ അതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കണം. കോൺഗ്രസിൻ്റെ മിടുക്കൊണ്ടല്ല, ലിജുവിൻ്റെ മിടുക്കൊണ്ടാന്ന് പറയണം. പക്ഷേ പ്രതിഭ വീണ്ടും ജയിക്കുകയും ഇടതുമുന്നണി അധികാരത്തിലെത്തുകയും ചെയ്തു കഴിഞ്ഞാൽ അവരെ 3ാമത്തെ ടൈമാണ്. കഴിഞ്ഞ തവണ തന്നെ അവരെ മറികടന്നാണ് വീണ ജോർജിനെ മന്ത്രിയാക്കിയത്. അതുകൊണ്ട് ഇപ്രാവശ്യം പിന്നെ പ്രതിഭയ്ക്ക് മന്ത്രിസ്ഥാനം കൊടുക്കേണ്ടി വരും. അപ്പം അങ്ങനെ വരുമ്പം ശൈലജ ടീച്ചറും പിന്നെ പ്രതിഭയായിരിക്കും CPM ഭാഗത്തുനിന്ന് മന്ത്രിസഭയിലേക്ക് വരിക.
എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ കണ്ണൂർ ജില്ലയിൽ നിന്ന് തന്നെ തലശ്ശേരിയിൽ നിന്ന് മത്സരിക്കുന്ന കാരായി രാജൻ ആദ്യമായിട്ടാണ് നിയമസഭയിലേക്ക് മത്സരിക്കുന്നതെന്നുണ്ടെങ്കിലും അവരുടെ CPM-ൻ്റെ ഒരു പ്രധാനപ്പെട്ട കേഡറാണ്. ജില്ലാ സെക്രട്ടറി മെമ്പറായിരുന്നു. ഫസൽ വധക്കേസുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാലം ജില്ലയ്ക്ക് പുറത്ത് നിൽക്കേണ്ടി വന്നു. അങ്ങനെയാണ് ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനം അദ്ദേഹത്തിന് ഒഴിയേണ്ടി വന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ തിരിച്ചു വന്ന് തലശ്ശേരിയിൽ നിന്ന് ഇത്തവണ മത്സരിച്ച് വിജയിച്ചാൽ കന്നി MLA ആണെങ്കിൽ തന്നെയും ഇപ്പോൾ റിയാസൊക്കെ വന്നതുപോലെ അദ്ദേഹത്തെ മുതിർന്ന നേതാവ് എന്ന രീതിയിൽ കണ്ണൂർ പോലെയുള്ള ജില്ലയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ എന്ന് പറഞ്ഞാൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറുടെ വിലയുണ്ട്. അങ്ങനെയാണത്. അപ്പം അദ്ദേഹത്തെ മന്ത്രിസഭയിലേക്ക് പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട്. ഒന്നും കാണാതെ അദ്ദേഹത്തെ നിർത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. സാധ്യതയാണ് ഇതൊക്കെ ഞാൻ പറയുന്നത്. അടുത്തത് കോഴിക്കോട് ജില്ലയിലേക്ക് എത്തുകയാണെങ്കിൽ ബേപ്പൂർ കടുത്ത മത്സരത്തെയാണ് റിയാസ് അഭിമുഖീകരിച്ചത് PV അൻവറിനോട്. ബേപ്പൂരിൻ്റെ ചരിത്രത്തിൽ പണ്ട് മാധവൻകുട്ടിയെ നിർത്തിയിട്ട് കോലീബി സഖ്യം വന്നതിന് ശേഷം TKMC-ക്കെതിരെ അതിനുശേഷം CPM അതിൻ്റെ ചരിത്രത്തിൽ നേരിടുന്ന ഏറ്റവും വലിയ മത്സരം എന്ന് പറഞ്ഞാൽ കടുത്ത മത്സരം എന്ന് പറഞ്ഞാൽ ഇത്തവണത്തെ മത്സരമാണ് PV അൻവർ. കാരണം അൻവറിന് ഇലക്ഷൻ എഞ്ചിനീയറിങ്ങും അതിൻ്റെ സ്ട്രാറ്റജികളും എല്ലാം കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളാണ്. ഓളം സൃഷ്ടിക്കാൻ പറ്റും. അപ്പോൾ പക്ഷേ റിയാസ് മത്സരിച്ച് വിജയിച്ചാലും റിയാസിനെ ഇത്തവണ ക്യാബിനറ്റിലേക്ക് പരിഗണിക്കില്ല. ഒരു ചെറിയ സാധ്യതയുള്ളത് റിയാസിന് തന്നെയാണ് അവിടെ, കടുത്ത മത്സരമാണെങ്കിലും. പക്ഷേ റിയാസ് ജയിച്ചാലും റിയാസിനെ ഇത്തവണ ക്യാബിനറ്റിലേക്ക് ഉൾപ്പെടുത്തില്ല. TP രാമകൃഷ്ണനും ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹത്തെയും ഇത്തവണ പേരാമ്പ്രയെന്ന് ഫാത്തിമ തേലിയായിട്ടാണ് മത്സരിച്ചത്. അദ്ദേഹം വിജയിച്ചാലും അദ്ദേഹത്തെയും ക്യാബിനറ്റിൽ ഉൾപ്പെടുത്താൻ സാധ്യതയില്ല. പക്ഷേ അതേസമയം തന്നെ അവിടെ നിന്ന് ബാലുശ്ശേരിയിൽ നിന്ന് രണ്ടാം തവണ നിയമസഭയിലേക്ക് എത്തുന്ന സച്ചിൻ ദേവ് വളരെ ചെറുപ്പമാണ്, 32 വയസ്സേ ഉള്ളൂ. പക്ഷേ സച്ചിൻ ദേവ് വിജയിച്ചു കഴിഞ്ഞാൽ സച്ചിൻ ദേവ് പട്ടികവർഗ വകുപ്പിൻ്റെ മന്ത്രിയായിട്ട് സംഭരണ മണ്ഡലമാണ്. അവിടെ നിന്ന് അദ്ദേഹത്തെ മന്ത്രിസഭയിലേക്ക് എടുക്കാനുള്ള വേറെ ചിലർക്ക് യുവജനക്ഷേമം ഉൾപ്പെടെയുള്ളത് കൊടുത്തിട്ട് അദ്ദേഹത്തെ മന്ത്രിസഭയിൽ എടുക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ മേയർ ആര്യ രാജേന്ദ്രൻ്റെ ഭർത്താവ് കൂടിയാണ് സച്ചിൻ ദേവ്. സച്ചിൻ ആദ്യം കുറച്ച് ഇമ്മച്ചുറായിരുന്നു തുടക്കത്തിൽ. പക്ഷേ പിന്നീട് ശിരൂരിലെ അർജുൻ്റെ ദുരന്തമൊക്കെ ഉണ്ടായ സമയത്തൊക്കെ കുറച്ച് റീൽസ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, നമ്മളെ ഷാഫിയുടെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒക്കെ പോലെ. പക്ഷേ സച്ചിൻ പിന്നീട് അതിൽ നിന്ന് പാഠങ്ങൾ പഠിച്ച് തിരുത്തി പിന്നെ വലിയ അപവാദങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ സച്ചിൻ കുറച്ചുകൂടി ഇരുത്തം വന്നിട്ടുണ്ട്. അപ്പോൾ സച്ചിൻ ജയിച്ചു കഴിഞ്ഞാൽ സച്ചിനെ മന്ത്രിയാക്കാൻ, കാരണം കോഴിക്കോട് ജില്ലയിൽ നിന്ന് പിന്നീട് മന്ത്രിമാരാക്കാൻ പറ്റുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, TP രാമകൃഷ്ണനും അതേപോലെ റിയാസും പരിഗണിക്കപ്പെടാതിരിക്കുമ്പം, അടുത്തൊരു ടൈം അവർക്ക് കൊടുക്കാതിരിക്കുമ്പം സച്ചിനെ മന്ത്രിയാക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. വയനാട് ജില്ലയിലേക്ക് പോയി കഴിഞ്ഞാൽ മാനന്തവാടിയിൽ നിന്ന് കേളു വീണ്ടും ജയിച്ചു വന്നു കഴിഞ്ഞാൽ കേളുവെട്ടം വന്നു കഴിഞ്ഞാൽ കേളുവെട്ടനെ ആക്കുമോ ഇല്ലയോ എന്നുള്ളത് സംശയമാണ്. കേളുവെട്ടന് കുറച്ച് കാലേ മന്ത്രിസ്ഥാനത്ത് ഇരിക്കാൻ പറ്റിയിട്ടുള്ളൂ. അതുകൊണ്ട് ഒരു പക്ഷേ ഒരു ടേം കിട്ടിയിട്ടില്ല, 5 വർഷം കിട്ടിയിട്ടില്ല. ഇടക്കാലത്ത് വെച്ചിട്ടുള്ള ഷഫ്ലിങ്ങിലാണ് അദ്ദേഹം മന്ത്രിസഭയിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ അദ്ദേഹത്തെ വീണ്ടും മന്ത്രിസഭയിൽ അദ്ദേഹം ജയിച്ചു വന്നു കഴിഞ്ഞാൽ, മന്ത്രിസഭ വന്നു കഴിഞ്ഞാൽ, വീണ്ടും ഞാൻ അടിവരായിട്ട് പറയുകയാണ്, LDF വന്നാൽ കേളുവേട്ടൻ ജയിച്ചാൽ കേളുവേട്ടൻ ചിലപ്പോൾ മന്ത്രിയായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് എന്ന് ഞാൻ കരുതുന്നു. അതോടൊപ്പം തന്നെ കോഴിക്കോട് ജില്ലയിൽ നിന്ന് പറയാതെ വിട്ടുപോയൊരു ഒരാളുണ്ട്. സച്ചിൻ ദേവിന് പുറമെ കോഴിക്കോട് ജില്ലയിൽ നിന്ന് രണ്ടാമത്തെ ആളും കൂടി പരിഗണിക്കപ്പെടുകയാണെങ്കിൽ ലിൻഡോ ജോസഫിന് സാധ്യതയുണ്ട്. ലിൻഡോ ജോസഫ് കാരണം ഇത്തവണ കടുത്ത മത്സരത്തെയാണ് അഭിമുഖീകരിക്കുന്നത്. ലിൻഡോ ജോസഫ് നമ്മുടെ തിരുവമ്പാടി മണ്ഡലത്തിൽ നിന്നുള്ള ലിൻഡോ ജോസഫിനെ ചിലപ്പോൾ പരിഗണിക്കാൻ സാധ്യതയുണ്ട്. അത് കുടിയേറ്റ മേഖലയിലുള്ള അത് ഒരു മെസ്സേജ് കൂടിയാണ്. കാരണം മലബാറിൽ ഇപ്പം മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ, അതേപോലെ കാസർഗോഡ് ജില്ലയിലെ പല ഭാഗങ്ങൾ, അതോടൊപ്പം കണ്ണൂർ ജില്ലയിലെ പേരാവൂര്, ഇരിക്കൂര്, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ ക്രിസ്ത്യൻ കുടിയേറ്റ മേഖലകളുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് താമരശ്ശേരി, അതേപോലെ ഇങ്ങനെയുള്ള താമരശ്ശേരിയൊക്കെ സാഭയുടെയൊക്കെ കേന്ദ്രങ്ങൾ തന്നെയാണ്, അവിടെ അവരുടെ രൂപതയുടെയൊക്കെ കേന്ദ്രമാണ്. അതോടൊപ്പം തന്നെ വയനാട് ജില്ലയിലെ പല ഭാഗങ്ങളുണ്ട്. അവിടെ നിന്ന് ഒരു ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് മലബാറിൽ നിന്നൊരു മന്ത്രി കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ലിൻഡോ ജോസഫിനും കൂടെ നറുക്ക് വിടാൻ സാധ്യതയുണ്ട്. ഞാനീ പറഞ്ഞ എല്ലാവർക്കും കൂടിയൊന്നും കൊടുക്കാൻ പറ്റില്ല, കാരണം ആകെ 10 രൂപ മന്ത്രിമാരാണല്ലേ. ഞാൻ പറയുന്ന സാധ്യതയുള്ള ആളുകളുടെ ഇടയിൽ ഇതിൽ നിന്നായിരിക്കും അവരെടുക്കുക. ഈ പറഞ്ഞ ആളുകളിൽ നിന്നായിരിക്കും മന്ത്രിമാരായിട്ട് തിരഞ്ഞെടുക്കപ്പെടുക എന്നുള്ളതാണ്. കോഴിക്കോട് ജില്ല കഴിഞ്ഞ് മലപ്പുറം ജില്ലയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പൊന്നാനിയിൽ നിന്ന് മത്സരിക്കുന്ന സക്കീർ, അദ്ദേഹം PSC ചെയർമാനായിരുന്നു, ഒക്കെ ആയിരുന്നു. അദ്ദേഹത്തെ ഒന്നും കാണാതെ നിയമസഭയിലേക്ക് നിർത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കഴിഞ്ഞ തവണ നന്നായിട്ടിന് സീറ്റ് കൊടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ട്രേഡ് യൂണിയൻ രംഗത്ത് ഒരുപാട് കാലമായി പ്രവർത്തിക്കുന്ന ഒരു സഖാവാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസാന കാലത്തിൽ അംഗീകാരം എന്ന രീതിയിൽ ടേം കൊടുത്തതാണ്. പക്ഷേ അവിടെ T സിദ്ദിഖിന് സീറ്റ് കൊടുക്കാത്തതിലെതിരെ വലിയ പ്രതിഷേധമുണ്ട്. T സിദ്ദിഖ് രാഷ്ട്രീയ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുന്ന ഈ ഘട്ടത്തിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. അതെങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുമെന്നറിയില്ല. അതിനെ അതിജീവിച്ചുകൊണ്ട് അവിടെ നിന്ന് പൊന്നാനിയിൽ നിന്ന് അവിടെ നൗഷാദ് അലി നല്ല മത്സരമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. KP നൗഷാദ് അലി, KPCC ജനറൽ സെക്രട്ടറി, BD സതീഷിൻ്റെ വലങ്കയ്യുമാണ്. അതിനെ അതിജീവിച്ചുകൊണ്ട് സക്കീർ ജയിക്കുകയാണെങ്കിൽ സക്കീർ പരിഗണിക്കപ്പെടുമോ എന്നുള്ളത് ഒരു സംശയം അവിടെ നിൽക്കുമ്പോൾ തന്നെ ഇപ്പുറത്ത് തവനൂരിൽ ജലീലിൻ്റെ ഏറ്റവും വലിയൊരു മത്സരത്തെയാണ് അഭിമുഖീകരിച്ചത് DCC പ്രസിഡന്റ് VS ജോയിയുമായിട്ട്. നല്ല ടൈറ്റ് ഫൈറ്റാണ്. ജലീൽ ഇത്തവണ മത്സരിക്കാൻ താല്പര്യമില്ലായിരുന്നു. കാരണം അദ്ദേഹം തുടർച്ചയായിട്ട് 2006 കുഞ്ഞാലിക്കുട്ടിയെ പരാജയപ്പെടുത്തി കുറ്റിപ്പുറത്ത് നിന്ന് ജയിച്ചു. അതിനുശേഷം 3 തവണ തവനൂരിൽ നിന്ന് 2011, 2016, 2021 വിജയം ആവർത്തിക്കുന്നു. 2016 പിണറായി സർക്കാരിൽ അദ്ദേഹം മന്ത്രിയായിരുന്നു.
ഇത്തവണ അദ്ദേഹം മത്സരിക്കാൻ താല്പര്യമില്ലായിരുന്നു. പക്ഷേ ജലീലല്ലാതെ അവിടെ നിർത്താൻ പറ്റിയ വേറെ സ്ഥാനാർത്ഥി LDF ഇല്ല എന്നുള്ളത് കൊണ്ടാണ് ജലീൽ LDF CPM-ന്റെ നിർബന്ധത്തിന് വഴങ്ങി മത്സരിച്ചതാണ്. ആ മത്സരിക്കുന്ന സമയത്ത് ഒരു പക്ഷേ ജലീലിന് വീണ്ടും ക്യാബിനറ്റിലേക്ക് ബാക്കിയുള്ള മാനദണ്ഡങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട്, പ്രത്യേകിച്ച് സ്വതന്ത്രനാണ്, ഒഴിവാക്കിക്കൊണ്ട് ചിലപ്പം ക്യാബിനറ്റിലേക്ക് പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട്. സെക്യൂറിനും സാധ്യതയുണ്ട്. ബാക്കിയുള്ള മണ്ഡലങ്ങളിൽ തന്നെ സാധ്യതയില്ലാത്തതുകൊണ്ട് മന്ത്രിസഭമാരെക്കുറിച്ചുള്ള ചർച്ച മലപ്പുറം ജില്ലയിൽ പോകേണ്ടതില്ല. ഇതൊക്കെ ജയിച്ചാലുള്ള കാര്യം പറഞ്ഞത്. പാലക്കാട് ജില്ലയിലേക്ക് എത്തുകയാണെങ്കിൽ പാലക്കാട് ജില്ലയിലും നിലവിലുള്ള മന്ത്രി MP രാജേഷ് കടുത്ത മത്സരത്തെയാണ് നേരിടുന്നത്. പിന്നെ അവിടെ നിന്ന് 2011-ലും 2016-ലും മത്സരിച്ച് വിജയിച്ച VT ബലറാമിനെ അട്ടിമറിച്ചുകൊണ്ടാണ് 2021 MP രാജേഷ് അവിടെ നിന്ന് മത്സരിക്കുന്നത്. ആ സമയത്ത് BJP-യുടെ വോട്ട് ശങ്കുട്ടിദാസിനെ നിർത്തിയിട്ട് പോലും രാജേഷിന് അനുകൂലമായിട്ട് വീണു. പ്രത്യേകിച്ചും ഈ പിന്നെ മതവർഗീയ സംഘടനകളുടെ വേദികളിലൊക്കെ ഒരു ഏകപക്ഷീയമായി വർഗീയതയ്ക്കെതിരെ ബലറാം സംസാരിക്കുന്നു എന്നുള്ള ഒരു ആക്ഷേപത്തിൻ്റെ പുറത്ത് ഉണ്ടായിട്ടുള്ള BJP വോട്ടുകൾ ഇപ്പുറത്തേക്ക് മറിച്ചു കൊടുത്തിട്ടാണ് രാജേഷ് ജയിക്കുന്നത്. രാജേഷ് നല്ലൊരു കേഡറാണ്, പലതവണ പാലക്കാട് നിന്ന് MP ആയതാണ്. പിന്നെ ശ്രീകണ്ഠനോട് 2019 പരാജയപ്പെട്ടു. പക്ഷേ രാജേഷ് തൃത്താല മണ്ഡലം പിടിച്ചു, മന്ത്രിയായി. ആദ്യം സ്പീക്കറായി, പിന്നീട് ഇടയ്ക്ക് വെച്ചിട്ട് മന്ത്രിയാക്കിയാണ്. ഷംസീറിനെ ക്യാബിനറ്റിലേക്ക് എടുക്കുമ്പോൾ ഷംസീറിനെ മന്ത്രിയാക്കി കഴിഞ്ഞാൽ ഷംസീർ ഉണ്ടായിരിക്കത്തില്ല, സഭയിൽ എപ്പോഴും അലമ്പുണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ സ്കൂളിലെ ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ ഒച്ചയും വിളിയും ബഹളവും അച്ചടക്കം ഇല്ലാതിരിക്കുന്ന കുട്ടികളെ പിടിച്ച് ക്ലാസ് ലീഡറാക്കും. അതേപോലെ ഷംസീറിനെ പിടിച്ച് സ്പീക്കറാക്കി. പക്ഷേ മികച്ച സ്പീക്കറായിട്ട് ഷംസീർ മാറുകയും ചെയ്തു. ഇരുത്തം വന്ന നല്ല പാർലമെന്റേറിയൻ്റെ രീതിയിൽ ഏറ്റവും മികച്ച സ്പീക്കർമാരിൽ ഒരാളായിട്ട് ഷംസീർ മാറുകയും ചെയ്തു. കാരണം ഷംസീറിൻ്റെ പ്രശ്നം അതായിരുന്നു. ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. സ്പീക്കറായതിനു ശേഷം ഷംസീറിൻ്റെ വാക്കുകൾ വളരെ പക്വതയോട് കൂടിയിട്ടായിരുന്നു, ഉത്തരവാദിത്വപൂർവ്വമായിരുന്നു. ആ പദവിക്ക് നിനക്കാത്തൊരു വാക്കും വന്നിട്ടില്ല. അപ്പോൾ രാജേഷ് ഇത്തവണ വിജയിച്ചു വന്നാൽ തന്നെയും രാജേഷ് മന്ത്രിസഭയിലേക്ക് പരിഗണിക്കപ്പെടാൻ സാധ്യതയില്ല. പകരം മമ്മിക്കുട്ടി, ഷൊർണൂർ MLA ആയിട്ടുള്ള മമ്മിക്കുട്ടി, അദ്ദേഹം പിന്നെ സാധാരണക്കാരനാണ്, ട്രേഡ് യൂണിയൻ രംഗത്തൂടെ വന്നതാണ്. മമ്മിക്കുട്ടി മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടാനുള്ള സാധ്യതയാണ് ഞാൻ പാലക്കാട് ജില്ലയിൽ നിന്ന് കാണുന്നത്. അതോടൊപ്പം തന്നെ പാലക്കാട് ജില്ലയിൽ നിന്ന് തന്നെ മുഹസിൻ, പിന്നെ പട്ടാമ്പിയിൽ നിന്ന് മത്സരിക്കുന്ന മുഹസിൻ 2016-ലും 2021-ലും അവിടെ നിന്ന് മത്സരിച്ച് MLA ആയതാണ്. അദ്ദേഹം JNUവിലെ സമരത്തിൻ്റെ പ്രൊഡക്റ്റാണ്. പിന്നെ നമ്മുടെ ഇവൻ്റെയൊക്കെ കൂടെ ബീഹാറിലെ കനയ്യകുമാറിൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണ്. അങ്ങനെയാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. അങ്ങനെ വന്ന് പട്ടാമ്പിയിൽ നിന്നും മത്സരിച്ച് 2 തവണ ജയിച്ചു. ഇത്തവണയും മുഹസിന് പകരം വേറൊരാളെ നിർത്താനില്ലാത്തതുണ്ട്. CPI സാധാരണ 2 പ്രാവശ്യം MLA-മാരാക്കിയവർക്ക് പിന്നെ കൊടുക്കാത്തതാണ്. പക്ഷേ മുഹസിന് പകരം വേറൊരു ആൾട്ടർനേറ്റീവ് ഓപ്ഷൻ അവരുടെ മുമ്പിൽ ഇല്ലാത്തതുകൊണ്ടാണ് മുഹസിന് വീണ്ടും സീറ്റ് കൊടുത്തത്. റിയാസ് മുക്കാവടി ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ UDF ആ സീറ്റ് അട്ടിമറിക്കാൻ പറ്റുമെന്ന് ഉറപ്പിക്കായിരുന്നു. ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്നുള്ളത് പ്രവചനാതീതമായ മത്സരമാണ് നടന്നത്. LDF വരികയും മുഹസിൻ ജയിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ CPI-യുടെ പ്രതിനിധിയായിട്ടും മുഹസിൻ മന്ത്രിസഭയിലുണ്ടാവും എന്നുള്ളതാണ്. CPI-യുടെ മന്ത്രിമാരെക്കുറിച്ചാണ് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തത്. കാരണം അവർക്ക് 4 മന്ത്രിസ്ഥാനം ഉണ്ടാകുമ്പം ഈ പലയിടത്തും പുതുമുഖങ്ങളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ നിലവിലുള്ള ഇപ്പോൾ പ്രസാദം ഇങ്ങനെയുള്ളവരൊന്നും ഇനി മന്ത്രിസഭയിലേക്ക് വരില്ല. GRN ഇനിയിപ്പോൾ നെടുമങ്ങാട് നിന്ന് ജയിച്ചു വന്നാലും അവർ 2ാം തവണ മന്ത്രിയാക്കില്ല. കാരണം C. ദിവാകരൻ 2016-ൽ അദ്ദേഹത്തെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിച്ചില്ല. മുമ്പ് അദ്ദേഹം മന്ത്രിയായിരുന്നു എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തെ നിയമസഭയിൽ ഇരുത്തിക്കൊണ്ടാണ് ബാക്കിയുള്ള ജൂനിയേഴ്സിനെ പിടിച്ച് മന്ത്രിയാക്കിയത്. ദിവാകരനെ നിയമസഭാ കക്ഷി നേതാവായിട്ട് തിരഞ്ഞെടുത്തു. പക്ഷേ ദിവാകരന് അതിൽ അതൃപ്തി ഉണ്ടായിരുന്നു. കാരണം 2006-ലെ VS മന്ത്രിസഭയിൽ അദ്ദേഹം അംഗമായിരുന്നു എന്നുള്ളതുകൊണ്ട് 2 ടൈം മന്ത്രിസ്ഥാനം കൊടുക്കേണ്ടെന്ന് തീരുമാനിക്കുക ചെയ്തിട്ടുള്ളത്. പണ്ടങ്ങനെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ GRL-ലോ പിന്നെ അതുപോലെ P. പ്രസാദ് ഒന്നും മന്ത്രിസ്ഥാനത്തേക്ക് വരില്ല. ഇപ്പോൾ ചന്ദ്രശേഖരൻ കാഞ്ഞങ്ങാട് നിന്ന് 2016-ൽ മത്സരിച്ച് മന്ത്രിയായെങ്കിലും കഴിഞ്ഞ നിയമസഭയ്ക്കകത്ത് അദ്ദേഹം വെറും MLA ആയിട്ടായിരുന്നത്. അടുത്ത തൃശ്ശൂർ ജില്ലയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വടക്കാഞ്ചേരിയിൽ നിന്ന് സേവ്യർ ചിറ്റലപ്പള്ളി ജയിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. 100% അവർക്ക് ഉറപ്പിക്കാവുന്നൊരു സീറ്റാണ്. പ്രത്യേകിച്ച് എതിർ സ്ഥാനാർത്ഥി വളരെ മോശമായിരുന്നു. സേവ്യർ ചിറ്റലപ്പള്ളി ജയിക്കുകയും LDF അധികാരത്തിൽ വരികയും ചെയ്ത സേവ്യർ ചിറ്റലപ്പള്ളിയെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ അവിടെ നിന്ന് മന്ത്രി രാജൻ CPI-യുടേത് വീണ്ടും മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടില്ല. അതുപോലെ മന്ത്രി ബിന്ദു പിന്നെ ഇരിങ്ങാലക്കുടയിൽ നിന്ന് വീണ്ടും ജയിച്ചാലും LDF അധികാരത്തിൽ വന്നാലും വീണ്ടും മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടില്ല. അങ്ങനെ ഓരോ ടേം കിട്ടിയതാണ്. അവരെയൊക്കെ മാറ്റി പുതിയ ആൾക്കാർ വരും. അതോടൊപ്പം തന്നെ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം മണല്ലൂരിൽ സേവ്യർ ചിറ്റലപ്പള്ളി എം വടക്കാഞ്ചേരിയിൽ നിന്ന് മണല്ലൂരിൽ പ്രൊഫസർ രവീന്ദ്രനാഥാണ് വീണ്ടും മത്സരിക്കുന്നത്. അദ്ദേഹം 2016-ലെ പിണറായി മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്ത് വിദ്യാഭ്യാസ വകുപ്പിനെ നവീകരിച്ചെടുത്ത ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. ജോസഫ് മുണ്ടശ്ശേരിക്ക് ശേഷം കേരളം കണ്ട ഏറ്റവും മികച്ച വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ അത് പ്രൊഫസർ C. രവീന്ദ്രനാഥാണ്. പ്രത്യേകിച്ചും TN പ്രതാപനാണ് എതിരാളി. TN പ്രതാപനെ പിന്നെ രവിമാഷ് വിജയിക്കുന്നൊരു ഘട്ടം ഉണ്ടാവുകയും LDF അധികാരത്തിൽ വരികയും ചെയ്താൽ രവിമാഷെ വീണ്ടും ഈ ഒരു ടേം എന്നുള്ള നിബന്ധന അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഇളവ് കൊടുത്ത് അദ്ദേഹത്തെ വീണ്ടും മന്ത്രിസഭയിൽ പരിഗണിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് ഞാൻ കാണുന്നത്. 2016-ൽ കൊടുത്തതുപോലെ തന്നെ ഒരു ടൈം ചിലപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് തന്നെയായിരിക്കും കൊടുക്കാൻ സാധ്യതയുള്ളത്. ഇപ്പോൾ പിന്നെ ശിവൻകുട്ടി ഇനി ജയിച്ചു വന്നാലും ജസ്റ്റ് ശിവൻകുട്ടിക്ക് മന്ത്രിസ്ഥാനം കൊടുക്കില്ല. പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ആരോഗ്യപരമായ പ്രശ്നമുണ്ട്. നേമത്ത് പിന്നെ ശിവൻകുട്ടിയാണെ അല്ലാതെ വേറൊരാളെ നിർത്താനില്ല. അതുകൊണ്ടാണ് തിരുവനന്തപുരം ജില്ലയിലൊക്കെ ഈ ഇളവ് കൊടുത്തത്. പലയിടത്തും 2 പ്രാവശ്യം MLA-മാരായവർക്ക് കഴിഞ്ഞ തവണ 2 പ്രാവശ്യം MLA-മാരായവരെ ഒക്കെ ഒഴിവാക്കി. ഇത്തവണ ആ ഇളവ് കൊടുത്തതിൻ്റെ കാരണം
പകരം വളർത്തിക്കൊണ്ടുപോകുന്ന പുതിയ ചെറുപ്പക്കാരില്ല ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ. അതുകൊണ്ടാണ് പലയിടത്തും പാറശാലയിലും നെയ്യാറ്റിൻകരയിലും ഒക്കെ പിന്നെ വർക്കലയിലും ഒക്കെ ഇവരൊക്കെ മൂന്നാമത്തെ പ്രാവശ്യം നിർത്തിയത്. അത് തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ആ കേഡർക്ഷാമം അനുഭവപ്പെട്ടിട്ടുള്ളത്. കാരണം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റിയിട്ടുള്ള പ്രസൻറ്റബിൾ ആയിട്ടുള്ള ഫേസ് ഇല്ല എന്നുള്ളതാണ്. പിന്നെ രവിമാഷ് അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഗുരുവായൂരിൽ നിന്ന് അക്ബർ, പഴയ മുനിസിപ്പൽ ചെയർമാനും കൂടിയാണ്. അക്ബർ ഇത്തവണയും കൂടെ ജയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ ജയമാണെന്ന് എനിക്ക് തോന്നുന്നത്. അതെ, കഴിഞ്ഞ തവണ അദ്ദേഹം KN ഖാദറിനെയാണ് പരാജയപ്പെടുത്തിയത്. ഇപ്രാവശ്യം CH റഷീദാണ്. CH റഷീദുമായിട്ട് എനിക്ക് വേറൊരു ബന്ധമുണ്ട്. CH റഷീദിൻ്റെ ജ്യേഷ്ഠൻ നജീബ് കെയാണ്. അദ്ദേഹം ഖത്തറിലാണ്. അദ്ദേഹമാണ് എന്നെ ആദ്യമായിട്ട് മാധ്യമരംഗത്തേക്ക് കൊണ്ടുവരുന്നത്. ഇന്ത്യ വിഷനിൽ എൻ്റെ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുന്നത്, അതിൻ്റെ സ്ലോട്ട് എടുത്തിട്ട് പിന്നെ ഞങ്ങൾ അവതരിപ്പിക്കുന്നത് ഈ നജീബിക്ക, ഒരുപോലെ ഒരു ബാസി ചേട്ടനും പ്രദീപേട്ടനും, ഇവർ 3 പേരും കൂടിയായിരുന്നു അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ്. അത് പിന്നെ പ്രോഗ്രാമിൻ്റെ അതിൻ്റെ ഇൻവെസ്റ്റ് ചെയ്തത് എല്ലാവരായ ഫേസ് എൻ്റേതും. അങ്ങനെ ആദ്യമായിട്ട് എന്നെ മാധ്യമരംഗത്തേക്ക് ദൃശ്യമാധ്യമരംഗത്തേക്ക് എന്നെ കൊണ്ടുവന്നത് ഈ പിന്നെ 3 പേര്. അതിൽ CH റഷീദിൻ്റെ ജ്യേഷ്ഠൻ നജീബിക്കയ്ക്ക് വലിയ പങ്കുണ്ട്. അദ്ദേഹമാണ് എന്നെ അങ്ങനെ ധൈര്യപ്പെടുത്തി ബോൾഡാക്കി എടുത്ത് അതിന് എന്നെ പ്രാപ്തനാക്കിയത്. ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ് മറ്റു 2 പേരുടെ കൂടെ. CH റഷീദ് ലീഗിൻ്റെ ഒരു പ്രധാനപ്പെട്ട കേഡർ കേട്ടോ. പിന്നെ നിയമസഭയിലോട്ട് അങ്ങനെ മത്സരിക്കാൻ അവസരങ്ങൾ കിട്ടിയില്ല എന്നേ ഉള്ളൂ. ഇത്തവണ ഗുരുവായൂരിൽ മത്സരിച്ച് നല്ല മത്സരമാണ് അവിടെ നടന്നിട്ടുള്ളത്. അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണനാണ് പിന്നെ BJPയുടെ സ്ഥാനാർത്ഥി. അദ്ദേഹം അത്യാവശ്യം ചില സാധനങ്ങളൊക്കെ വർഗീയമായ ചില കാർഡുകളൊക്കെ ഇറക്കി ചില പ്രയോഗങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും ഇതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് അക്ബർ ജയിച്ചു കഴിഞ്ഞാൽ അക്ബറിനെ മന്ത്രിസഭയിലേക്ക് പരിഗണിക്കും എന്നുള്ളതാണ്. പ്രത്യേകിച്ചും KB അബ്ദുൽ ഖാദർ കുറേ തവണ അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചതാണ്. അദ്ദേഹത്തെ പിന്നെ മന്ത്രിയാക്കിയിട്ടില്ല. ഇപ്പോൾ പിന്നെ ജില്ലാ സെക്രട്ടറിയുടെ മന്ത്രിയാണ്. UDFൻ്റെ കയ്യിലിരുന്ന സീറ്റാണത്. അവിടെ നിന്ന് PM അബൂബക്കർ ബാബറി മസ്ജിദ് വിഷയവുമായി ബന്ധപ്പെട്ട് രാജിവെച്ച് സുലൈമാൻ സെട്ടു സാഹിബിൻ്റെ കൂടെ പോയപ്പോഴാണ് ഈ സീറ്റ് PT കുഞ്ഞുമുഹമ്മദിനെ നിർത്തിയിട്ട് ആദ്യമായിട്ട് ഇടതു മുന്നണി പിടിച്ചെടുക്കുന്നത്. 95-ലാണെന്ന് തോന്നുന്നു, 95-ലോ 94-ലോ ആയിട്ട് ഉപതെരഞ്ഞെടുപ്പിൽ രാജിവെച്ച ഒഴിവിൽ അങ്ങനെയാണ് അബ്ദുൾ സമദ് സമദാനിയെ പരാജയപ്പെടുത്തിയിട്ടാണ് PT കുഞ്ഞുമുഹമ്മദ് വരുന്നത്. PT കുഞ്ഞുമുഹമ്മദ് 2 തവണ ജയിച്ചു. അതിനുശേഷം പിന്നെ അബ്ദുൽ ഖാദറിൻ്റെ ഒരു ജൈത്രയാത്രയായിരുന്നു. അതിനുശേഷം അക്ബർ വരുന്നു. അക്ബറിനെ ഇത്തവണ കൊണ്ട് വീണ്ടും ജയിക്കുകയും LDF അധികാരത്തിൽ വരികയും അണ്ടർലൈൻ ചെയ്യണം. പിന്നെ വരികയും ചെയ്താൽ അക്ബർ പരിഗണിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് മന്ത്രിസ്ഥാനത്തേക്ക്. രവിമാഷ് പരിഗണിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞു മന്ത്രി രാജനും മന്ത്രി ബിന്ദു ഇത്തവണ മന്ത്രിസഭയിൽ ഉണ്ടാവില്ല ജയിച്ചാലും എന്നുള്ളതാണ്. അവിടെ നിന്ന് പിന്നീട് നമ്മൾ നേരെ എറണാകുളത്തേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ സാങ്കല്പികമായൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. നടക്കാൻ 1% മാത്രം സാധ്യതയുള്ളൊരു കാര്യം. 99% അവിടെ നിന്ന് BD സതീശൻ ജയിക്കും. BD സതീശൻ്റെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാരിൽ പലരും കാലുവാരാൻ നോക്കും. കോൺഗ്രസ്സുകാർ പിന്നെ പലരും ഇപ്പോൾ ബാക്കി അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ജയിക്കരുത്, അദ്ദേഹം ജയിച്ചാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വെല്ലുവിളിയാകും എന്നൊക്കെ കരുതുന്നവരൊക്കെ അദ്ദേഹത്തെ പാരവെക്കാൻ വേണ്ടി നോക്കും. കോൺഗ്രസിനകത്ത് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ശത്രുക്കളുണ്ട്. പക്ഷേ അതേസമയം തന്നെ BD സതീശനെ ഇടതു മുന്നണിക്കാരുടെ ഇടയിൽ ഭയങ്കര സൗഹൃദമാണ്. അദ്ദേഹത്തിൻ്റെ MLA ഓഫീസിലോ ബാക്കിയുള്ളടത്തൊക്കെ ഒരു ആവശ്യത്തിന് ആരെയും ചെന്ന് കഴിഞ്ഞാൽ വളരെ കാര്യമായിട്ടുള്ള പരിഗണന കിട്ടുന്നതുകൊണ്ട് സാധാരണഗതിയിൽ അവിടുത്തെ CPM-കാരും CPI-ക്കാരും വോട്ട് ചെയ്തിട്ടാണ് BD സതീശൻ ജയിക്കുന്നത്. പക്ഷേ ഇത്തവണ അദ്ദേഹത്തെ പിടിച്ചു കെട്ടണമെന്ന് എഴുതിയിട്ടാണ് ടൈസൺ മാഷെ പോലെ ഒരാളെ അദ്ദേഹത്തിൻ്റെ സിറ്റിംഗ് സീറ്റിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അദ്ദേഹം കയ്പമംഗലത്തായിരുന്നു മുമ്പ്. അദ്ദേഹത്തെ അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് ഇടുമ്പം 2 കൽപ്പിച്ചിട്ടുള്ള ഇടലാണ് ഇട്ടിട്ടുള്ളത്. പന്നിൻ്റെ വീതലിനെ വരെ തോൽപ്പിച്ചിട്ടുള്ളതാണ് BD സതീശൻ. എന്നാൽ തന്നെ പിന്നെ രാജുവിനെ തോൽപ്പിച്ചിട്ടുള്ളതാണ് ഒക്കെയാണ്. പക്ഷേ ഇത്തവണ ടൈസൺ മാഷ് ഇടുമ്പോൾ നല്ല ടൈറ്റ് ഫൈറ്റ് ടൈസൺ മാഷ്ക്ക് അവിടെ കാഴ്ചവെക്കാൻ പറ്റിയിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് വോട്ടെണ്ണി കഴിയുമ്പോഴേ അറിയുള്ളൂ. കാരണം BD സതീശന് എന്തൊക്കെ പറഞ്ഞാലും സ്വീകാര്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വീണ്ടും പറയുന്നത് അങ്ങേയറ്റത്തെ സാങ്കല്പികതയിൽ നിന്നുകൊണ്ട് പറയുകയാണെങ്കിൽ അഥവാ ഒരു അട്ടിമറി നടത്തി ടൈസൺ മാഷ് ജയിച്ചു വരികയാണെങ്കിൽ LDF അധികാരത്തിൽ വന്ന ടൈസൺ മാഷ് CPയുടെ പ്രതിനിധിയായിട്ട് മന്ത്രിസഭയിലുണ്ടാവും. ഗീതാ ഗോപി, ഞാൻ തൃശ്ശൂർ പറഞ്ഞപ്പോൾ വിട്ടുപോയൊരു കാര്യമാണ്. നാട്ടികയിൽ നിന്ന് CC മുകുന്ദനായിരുന്നു കഴിഞ്ഞ തവണ MLA. അദ്ദേഹം ഇത്തവണ സീറ്റ് നിശ്ചയിക്കപ്പെട്ടു. അദ്ദേഹം BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് മാറി. അവിടെ ഗീതാ ഗോപി 2011-ലും 2016-ലും അവിടെ നിന്ന് MLA ആയിരുന്നു. ഇത്തവണ വീണ്ടും ഗീതാ ഗോപി പോയി മത്സരിച്ചിട്ടുണ്ട്. ഗീതാ ഗോപി ഇത്തവണ അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചാൽ ഗീതാ ഗോപി ഇപ്പോൾ ചടയമംഗലത്ത് നിന്ന് കഴിഞ്ഞ തവണ മത്സരിച്ച് വിജയിച്ച ചിഞ്ചു റാണിയെ മന്ത്രിയാക്കിയതുപോലെ CPIയുടെ വനിതാ പ്രതിനിധിയായിട്ട് മന്ത്രിസഭയിലുണ്ടാവും. അതായത് മുഹസിനുണ്ടാവും. ടൈസൺ മാഷ് ജയിച്ചാൽ അതിന് സാധ്യതയും കാണുന്നില്ല. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഗീതാ ഗോപി ജയിച്ചാൽ LDF അധികാരത്തിൽ വന്നാൽ ഗീതാ ഗോപി ഇവർ മന്ത്രിസ്ഥാനത്തേക്ക് വരുമെന്നുള്ളതിനകത്ത് സംശയമില്ല. അത് കഴിഞ്ഞ് പിന്നെ എറണാകുളത്തെ ബാക്കിയുള്ളത് പറയാം. തൃശ്ശൂരേക്ക് ഇടയ്ക്ക് നമ്മൾ തിരിച്ചുപോയി. രാജീവ് കളമശ്ശേരിയിൽ ജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കളമശ്ശേരിയിൽ അബ്ദുൾ ഗഫൂറാണ്, VK ഇബ്രാഹിം കുഞ്ഞിൻ്റെ മകൻ ജയിക്കാനാണ് സാധ്യത എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ അവർ തമ്മിലാണ് മത്സരം ഉണ്ടായത്. ഇത്തവണ അവർ തമ്മിലാണ് മത്സരം. കളമശ്ശേരിയിൽ രാജീവിൻ്റെ സ്ഥിതി പരുങ്ങലിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രാജീവ് ജയിച്ചാലും രാജീവിനെയും ക്യാബിനറ്റിലേക്ക് പരിഗണിക്കില്ല. കാരണം 2ാമതൊരു ടൈം കൂടി രാജീവിനെ പരിഗണിക്കില്ല, MLA ആയിട്ട് തുടരും. അങ്ങനെ വരുമ്പം എറണാകുളം ജില്ലയിൽ നിന്ന് പിന്നീട് ആര് വരും എന്നുള്ളതാണ്. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. കൊച്ചിയിൽ നിന്നുള്ള KJ മാക്സി വീണ്ടും മത്സരിച്ച് ജയിച്ച് വന്നു കഴിഞ്ഞാൽ KJ മാക്സി ഇത്തവണ കടുത്ത മത്സരമാണ് ഉണ്ടായത്. KJ മാക്സി 2016 മത്സരിക്കുമ്പോൾ പരാജയപ്പെടുത്തിയത് സിറ്റിംഗ് MLA ആയിരുന്ന ഡൊമിനിക് പ്രസൻറ്റേഷനെയാണ്, മുൻമന്ത്രി. പിന്നെ അദ്ദേഹം അന്ന് മന്ത്രിയും കൂടി. ആ സമയത്താണ് അദ്ദേഹത്തെ പരാജയപ്പെടുത്തുന്നത്. 2021 അദ്ദേഹം പരാജയപ്പെടുത്തത് ടോണി ചമ്മണിയാണ്, പഴയ മേയർ. ഇത്തവണ ടോണി പിന്നെ സീറ്റ് മാറിയായി മത്സരിക്കുന്നത്, വൈപ്പിനിലാണെന്ന് തോന്നുന്നു.
അപ്പം പിന്നെ ഇവർ രണ്ടുപേരെയും പരാജയപ്പെടുത്തി. ഇത്തവണ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസാണ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. ഷിയാസ് നല്ല മത്സരം കാഴ്ചവെച്ചിട്ടുണ്ട്. പക്ഷേ ഷിയാസിനെ അട്ടിമറിച്ച് മൂന്നാമത്തെ തവണയും അവിടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുകയും LDF അധികാരത്തിൽ വരികയും ചെയ്യുകയാണെങ്കിൽ മാക്സി പരിഗണിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്, മന്ത്രിസഭയിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എറണാകുളം ജില്ലയിൽ നിന്ന് പിന്നെ കൂടുതലൊന്നും പറയാനൊന്നുമില്ല. അടുത്തത് കോട്ടയം ജില്ലയിലേക്ക് പോയി കഴിഞ്ഞാൽ പാലായിൽ നിന്ന് ജോസ് കെ മാണി വിജയിച്ചു കഴിഞ്ഞാൽ ജോസ് കെ മാണി മന്ത്രിസഭയിലുണ്ട് ഉറപ്പിച്ച്. അതിനകത്ത് പിന്നെ സംശയമൊന്നും ഇല്ലാത്ത കാര്യമാണ് ജോസ് കെ മാണിയുടെ വിഭാഗത്തിന് പിന്നെ ഇത്രയും പ്രലോഭനങ്ങൾ UDFിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടും ഇടതുമുന്നണിയുടെ കൂടെ ഉറച്ചു നിന്നതിൻ്റെ ഭാഗമായി നന്ദി സൂചകമായി എക്സ്ട്രാ ഒരു സ്ഥാനവും കൂടി കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. അത് കൊടുക്കുമ്പോഴും ഒരുപാട് പ്രശ്നമുണ്ട്. ജയരാജുണ്ട്, കഴിഞ്ഞ തവണ മന്ത്രിയായിരുന്ന റോഷി അഗസ്റ്റിനുണ്ട്, പ്രമോദ് നാരായണനെ പോലെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരാളുണ്ട്. പ്രമോദ് നാരായണൻ തവണ വീണ്ടും റാന്നിയിൽ നിന്ന് മത്സരിച്ച് ജയിച്ചാൽ പ്രമോദ് നാരായണനെ അക്കോമഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പം കഴിഞ്ഞ തവണ അവർക്ക് കൊടുത്ത് ചീഫ് വിപ്പ് സ്ഥാനം ഒരു മന്ത്രിസ്ഥാനവും കൊടുത്തത്. ഇത്തവണ 2 ക്യാബിനറ്റ് റാങ്ക് കൊടുക്കാനുള്ള സാധ്യതയാണ്. ഞങ്ങൾ മൊത്തത്തിൽ 3 പദവികൾ കൊടുക്കാൻ സാധ്യതയുണ്ട്. കാരണം ഒരു നന്ദി സൂചകമായി ഇത്രയും പ്രലോഭനങ്ങളുണ്ടായിട്ടും UDFിലേക്ക് പോകാതെ LDFിനെ വീണ്ടും അധികാരത്തിൽ എത്തിക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ചു എന്നുള്ളതിൻ്റെ നിരക്കിലുള്ള ഒരു പാരിതോഷികം, ഒരു പ്രോത്സാഹന സമ്മാനം എന്ന നിരക്ക് നിലവിൽ 2 പദവികൾ കൊടുത്തെങ്കിൽ അത് 3 പദവിയായി മാറാൻ സാധ്യതയുണ്ട്. ആ 3 പദവി വരുമ്പോൾ റോഷി ജയിക്കുകയാണെങ്കിൽ 1 റോഷിക്ക് പോകേണ്ടി വരും, പിന്നെ ജയരാജുണ്ട്, പ്രമോദ് നാരായണനുണ്ട്. അവരാകെ കൺഫ്യൂസ്ഡ് ആയി പോകും എന്നുള്ളതാണ് ഈ യാത്രയിലെ യാഥാർത്ഥ്യം. എന്തായാലും അതവിടെ നിൽക്കട്ടെ, ഇദ്ദേഹം വരും എന്നുള്ളത് കോട്ടയം ജില്ലയിൽ നിന്ന്. പിന്നെ CPIയുടെ കാര്യം നാം പറഞ്ഞല്ലോ, വൈക്കത്ത് നിന്ന് ജയിക്കുന്ന ആളെ കൊണ്ടുവരുമോ അല്ലെങ്കിൽ അടൂരിൽ നിന്ന് ജയിക്കുന്ന ആളെ കൊണ്ടുവരുമോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അവരെ 4 പേര് വന്നു കഴിഞ്ഞാൽ ആരായിരിക്കും ജയിച്ചു കഴിഞ്ഞാൽ. ഇടുക്കി ജില്ലയിലേക്ക് പോയി. ഇടുക്കി ജില്ലയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഉടുമ്പൻചോലയിൽ മണിയാശാൻ മാറിയിട്ട് അവിടെ ജയേന്ദ്രനാണ് മത്സരിക്കുന്നത്. CPMൻ്റെ മുതിർന്ന നേതാവാണ്, മുൻ ജില്ലാ സെക്രട്ടറിയാണ്, സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. മണിയാശാൻ കഴിഞ്ഞാൽ ആ ജില്ലയിലെ ഏറ്റവും മുതിർന്ന CPM നേതാവാണ്. ജയേന്ദ്രൻ ഉടുമ്പൻചോലയിൽ നിന്ന് മത്സരിച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ക്യാബിനറ്റിലുണ്ടാവും. മണിയാശാൻ 2016-21 ഉള്ള കാലഘട്ടത്തിൽ ഇടക്കാലത്ത് മന്ത്രിയായിരുന്നതാണ്. പിന്നെ കഴിഞ്ഞ മന്ത്രിസഭയിൽ ക്യാബിനറ്റിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇത്തവണ അദ്ദേഹം മത്സരിച്ചില്ല. ജയേന്ദ്രൻ അവിടെ നിന്ന് ജയിക്കുന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയം തോന്നുന്നില്ല. ബാക്കി പല സീറ്റുകളുടെ കാര്യത്തിലും, ദേവികളോ ഉൾപ്പെടെയുള്ള സീറ്റുകളുടെ കാര്യത്തിൽ എനിക്ക് സംശയം ഉണ്ടെങ്കിൽ തന്നെയും പിന്നെ ഇടുക്കി സീറ്റിൻ്റെ കാര്യത്തിലോ ബാക്കിയുള്ള ഒന്നും ഇപ്പോൾ നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. തൊടുപുഴയൊക്കെ കടുത്ത മത്സരങ്ങളാണ് നടന്നിട്ടുള്ളത്. ഈവൻ കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തി വരെ കടുത്ത മത്സരം നടന്നിട്ടുള്ളത്, മോഹൻസിന് ആയിട്ടുള്ള മത്സരം. അപ്പോൾ ഇദ്ദേഹം പിന്നെ മത്സരിച്ച് വിജയിച്ച് പിന്നെ വന്നു കഴിഞ്ഞാൽ ജയേന്ദ്രൻ വന്നാൽ, LDF വന്നാൽ ജയേന്ദ്രനെ CPMൻ്റെ പ്രതിനിധിയായിട്ട് മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യത ഞാൻ കാണുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നേരെ ആലപ്പുഴ ജില്ലയിലേക്ക് പോകും. ആലപ്പുഴ ജില്ലയിൽ പോയി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു പ്രതിഭ ഇത്തവണ കൂടി ലിജുവിനെ പോലെ വളരെ മാന്യനായ ഒരു രാഷ്ട്രീയക്കാരനെ തോൽപ്പിച്ച് വീണ്ടും വരികയാണെങ്കിൽ 3ാമത്തെ ടേമാണ്. പ്രതിഭ കഴിഞ്ഞ തവണ തന്നെ പരിഗണിക്കപ്പെടേണ്ടതാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു, പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു, അങ്ങനെ അടിത്തട്ടിൽ നിന്ന് പ്രവർത്തിച്ച് വന്നതാണ്. നിയമവിരുദ്ധകാരിയാണ് പ്രതിഭ. പിന്നെ കുറച്ച് വികാരജീവിയാണ്, നമ്മളെയൊക്കെ പറയുന്നത് പെട്ടെന്ന് ഇമോഷണലായി പോകുന്നുള്ളത്. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമുണ്ട്. പ്രത്യേകിച്ച് പ്രതിഭ ജയിച്ച് വന്നു കഴിഞ്ഞാൽ പ്രതിഭയെ പരിഗണിക്കാം. അതോടൊപ്പം തന്നെ എച്ച് സലാം അമ്പലപ്പുഴയിൽ നിന്ന് കഴിഞ്ഞ തവണ മത്സരിച്ച് വിജയിച്ചു. ഇത്തവണ അഗ്നിപരീക്ഷണത്തെ നേരിട്ടുകൊണ്ടിരിക്കുക. അദ്ദേഹത്തിൻ്റെയൊക്കെ രാഷ്ട്രീയ ഗുരുവായിട്ടുള്ള G. സുധാകരനെ പോലെയുള്ള ഒരാളോടും മത്സരിക്കുന്നു. അവിടെ G. സുധാകരനെ പരാജയപ്പെടുത്തി അദ്ദേഹത്തിന് വീണ്ടും വിജയം ആവർത്തിക്കാൻ കഴിഞ്ഞാൽ സലാം പരിഗണിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ മന്ത്രി സജി ചെറിയാൻ ഇത്തവണ ക്യാബിനറ്റിൽ ഉണ്ടാവില്ല. സജി ചെറിയാൻ 5 വർഷം മന്ത്രിയായിരുന്നു. ഇത്തവണ സജി ചെറിയാൻ MLA ആയിട്ട് ഉണ്ടാവുള്ളൂ. അദ്ദേഹത്തെ മന്ത്രിയായിട്ട് പരിഗണിക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. കൊല്ലം ജില്ലയിലേക്ക് പോയി കഴിഞ്ഞാൽ കൊല്ലത്ത് ഇരവിപുരത്ത് നൗഷാദ് വീണ്ടും മത്സരിച്ച് വിജയിച്ചാൽ 3ാമത്തെ ടേമാണ്. നൗഷാദ് മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞാൽ നൗഷാദ് മന്ത്രിസഭയിൽ ഉൾപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതായത് ഇടതുമുന്നണി സർക്കാരിനകത്ത് ഇത്തവണ LDF വന്നാൽ ഇക്കാലം വരെയുള്ള ചരിത്രം മാറിക്കൊണ്ട് ഇടതുമുന്നണി സർക്കാരിൽ ഏറ്റവും കൂടുതൽ മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള മന്ത്രിമാർ വരുന്നൊരു മന്ത്രിസഭയായിട്ട് മാറും. അങ്ങനെയുണ്ട്. മറ്റേതെന്ന് പറഞ്ഞാൽ 1-2 പേര് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നുണ്ടാവാറുള്ളത്. അപ്പുറത്തെന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ആൾക്കാർ ലീഗിൻ്റെ തന്നെ വരാറുണ്ട്, UDFിൻ്റെ. അതിന് പുറമെ കോൺഗ്രസിൽ നിന്ന് ഒരാളും ഉണ്ടാവാറുണ്ട്. അപ്പോൾ 4-5 പേര് അവിടെ നിന്ന് ഉണ്ടാവാറുണ്ട്. 6 പേര് വരെയൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ ഇടതുമുന്നണി വരുമ്പോൾ 2 പേര്, ഒരാൾ, അല്ലെങ്കിൽ മാക്സിമം 3 പേരെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കാറുള്ളത്. ഇത്തവണ അതിനകത്തൊരു വലിയ മാറ്റം വരും. നമ്മൾ ഒരുപാട് പേരുടെ സാധ്യതകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അക്ബറിൻ്റെ കാര്യം പറഞ്ഞു, പിന്നെ മുസ്തഫയുടെ കാര്യം പറഞ്ഞു, ഇങ്ങനെ പല ജില്ലയിൽ നിന്നുള്ള പല ആൾക്കാരെ, മുഹസിൻ്റെ കാര്യം പറഞ്ഞു. ഇങ്ങനെയൊക്കെ ഇങ്ങനെ വരുമ്പം, കണക്കൂട്ടി വരുമ്പം ഇത്തവണ അതിൽ നിന്ന് നമ്മൾ പറഞ്ഞ സാധ്യതാ പട്ടികയിൽ നമ്മൾ പറഞ്ഞവരിൽ നിന്ന് പകുതി പേരെ അക്കോമഡേറ്റ് ചെയ്താൽ തന്നെ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ മന്ത്രിമാരുള്ള ഒരു ഇടതുമുന്നണി മന്ത്രിസഭയായിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇരവിപുരത്ത് നൗഷാദ് വീണ്ടും മത്സരിച്ച് ജയിച്ചാൽ നൗഷാദ് പിന്നെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടും. അതോടൊപ്പം തന്നെ KN ബാലഗോപാൽ കൊട്ടാരക്കരയിൽ നിന്ന് ഇത്തവണ ജയിച്ചാലും ഐഷാപ്പൂറ്റിയായിട്ടാണ്, നല്ല ടൈറ്റ് ഫൈറ്റാണ്. ഐഷാപ്പൂറ്റിയുടെ 3 തവണ പിന്നെ MLA ആയിരുന്നു. ബാലകൃഷ്ണപിള്ളയുടെ കോട്ട പിടിച്ചെടുത്തത് പിന്നെ ഐഷാപ്പൂറ്റിയാണ്. ഐഷാപ്പൂറ്റി പിന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെയും പ്രസിഡൻ്റായിരുന്നു, ആണൊക്കെയാണ്. പക്ഷേ ഐഷാപ്പൂറ്റിയെ വീണ്ടും പിന്നെ കഴിഞ്ഞ തവണ രശ്മി നിന്നിട്ട് തന്നെ ഐഷാപ്പൂറ്റിക്ക് കിട്ടിയ ഭൂരിപക്ഷം കിട്ടിയില്ല. 10,000-ൽ പരം വോട്ടുകൾക്ക് ജയിച്ചത്. 40,000-ൽ നിന്ന് 10,000-ലേക്ക് ബാലഗോപാലിൻ്റെ ഭൂരിപക്ഷം കുറഞ്ഞത്. പക്ഷേ ഇത്തവണ രശ്മിയുടെ പേഴ്സണൽ വോട്ട് രശ്മി പിടിക്കും. അത് BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് രശ്മി നിൽക്കുന്നുണ്ട്. അപ്പം ആ വോട്ടങ്ങനെ സ്പ്ലിറ്റായി പോകുമ്പോൾ ഐഷാപ്പൂറ്റി, പക്ഷേ ഐഷാപ്പൂറ്റിക്കും വ്യക്തിപരമായിട്ടുള്ള വോട്ടുകൾ ഉണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്.
അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ബാലഗോപാൽ ജയിച്ചാലും ബാലഗോപാൽ ക്യാബിനറ്റിലേക്ക് പരിഗണിക്കപ്പെടില്ല, രണ്ടാമതൊരു ടൈം കൊടുക്കില്ല എന്നുള്ളതാണ്. നൗഷാദിനാണ് അവിടെ ഞാൻ സാധ്യത കാണുന്നത്. CPIക്ക് ചടയമംഗലത്ത് നിന്ന് പുനരുവിടുന്ന മത്സരിച്ച് ജയിച്ചു വരുന്ന ആരെയൊക്കെ സ്ഥാനാർത്ഥികളൊന്നും പോലും എനിക്കറിയത്തില്ല. ജയിച്ചു വരുന്ന ആരെങ്കിലും കൂടായികയില്ല. കഴിഞ്ഞ തവണ ചടയമംഗലത്ത് നിന്നുള്ള ചിഞ്ചുറാണിയെ അവർ പിന്നെ മന്ത്രിയാക്കിയതാണ്. അതേസമയം പുനലൂർ PS സുബാലായിരുന്നു വീണ്ടും സ്ഥാനാർത്ഥി എന്നുണ്ടെങ്കിൽ PS സുബാൽ ജയിച്ചു കഴിഞ്ഞാൽ PS സുബാൽ മന്ത്രിയാവുന്ന നമുക്ക് ഉറപ്പിച്ച് പറയായിരുന്നു. അപ്പം ഇനിയിപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ പത്തനംതിട്ടയിലേക്ക് പോവാം. പത്തനംതിട്ടയിൽ പോയി കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ പത്തനംതിട്ടയിൽ കോന്നിയിൽ നിന്ന് മത്സരിക്കുന്ന ജനീഷ് കുമാർ, അവരിപ്പോൾ കോന്നി മണ്ഡലം മാത്രമാണ് ഉറപ്പിച്ച് പറയുന്നത്. കോന്നി മണ്ഡലം പിന്നെ CPM ഉറപ്പിച്ച് പറയുന്നത്. കഴിഞ്ഞ തവണ 5 സീറ്റും പിടിച്ചതാണ്. ഇത്തവണ അടൂരിലെ ടൈറ്റ് ഫൈറ്റാണ്, തിരുവല്ലയിൽ ടൈറ്റ് ഫൈറ്റാണ്. മാത്യു തോമസിൻ്റെ അടൂർ പുതിയ പ്രജി കണ്ണൻ എന്ന് പറഞ്ഞ പുതിയ കാൻഡിഡേറ്റാണ് നിൽക്കുന്നത് ചിറ്റയം ഗോപകുമാറിൻ്റെ സീറ്റിൽ. അതോടൊപ്പം തന്നെ ആറന്മുളയിൽ ടൈറ്റ് ഫൈറ്റാണ് വീണ ജോർജും പിന്നെ അബിൻ വർക്കിയും തമ്മിൽ. അങ്ങനെ നിൽക്കുന്ന സമയത്ത് റാന്നിയിൽ ടൈറ്റ് ഫൈറ്റാണ് പ്രമോദ് നാരായണനും പഴകുളം മധുവും തമ്മിൽ. ഉറപ്പിച്ചവർ പറയുന്ന 100% ഉറപ്പിച്ച് പറയുന്ന ഒരു സീറ്റ് എന്ന് പറയുന്നത് കോന്നി സീറ്റാണ്. ജനീഷ് കുമാർ ജയിച്ചാൽ ജനീഷ് കുമാറിനെ ക്യാബിനറ്റിലേക്ക് പരിഗണിക്കാൻ പത്തനംതിട്ട ജില്ലയുടെ പ്രതിനിധിയായിട്ട് സാധ്യതയുണ്ട്. വീണ ജോർജ് വീണ്ടും ജയിച്ചാലും MLA ആയിട്ട് തുടരുകയുള്ളൂ, മന്ത്രിസഭയിലേക്ക് പരിഗണിക്കപ്പെടില്ല. അപ്പം അങ്ങനെ ഒരു സാധ്യതയാണ് അവിടെ നിന്നുള്ളത്. പിന്നെ ഉള്ളത് പ്രമോദ് നാരായണൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല. അപ്പുറത്ത് റോഷി അഗസ്റ്റിനും ജയരാജും ഒക്കെ ജയിക്കുകയും LDF സർക്കാർ അധികാരത്തിൽ വന്നാൽ അവരൊക്കെ ജയിക്കുകയും ജോസ് കെ മാണിയും കൂടെ ജയിക്കുകയും ജോസ് കെ മാണി ക്യാബിനറ്റിലേക്ക് വരികയൊക്കെ ചെയ്യുമ്പം ഇവരെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യേണ്ടതുള്ളതുകൊണ്ട് പ്രമോദ് നാരായണനെ അക്കോമഡേറ്റ് ചെയ്യാൻ പ്രയാസം വരും. ഇല്ലെങ്കിൽ പ്രമോദ് നാരായണൻ അതിന് ബ്രില്യൻ്റ് ആണ്, അതിന് ഏബിൾ ആയിട്ടുള്ള കക്ഷിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ ജനീഷ് കുമാർ ആയിരിക്കും പത്തനംതിട്ട ജില്ലയിൽ അങ്ങനെയാണെങ്കിൽ വരുന്നത്. തിരുവനന്തപുരം ജില്ലയിലോട്ട് പോയി കഴിഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിൽ ഞാൻ പറഞ്ഞല്ലോ കേഡർ ക്ഷാമം ഏറ്റവും രൂക്ഷമായിട്ടുള്ള സ്ഥലം. പുതിയ ആൾക്കാരെ കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആര്യയെ കൊണ്ടുവന്നിട്ട് എന്താ ഉണ്ടായെന്നുള്ളത് നമുക്കറിയാം. റഹീം ഒരു പാവമാണ്, സാധുവാണ്. ഈ കോൺഗ്രസിലെ BR ഷഫീറിനെ പോലെയാണ് CPMലെ റഹീം. വാ തുറന്നാൽ ചിലപ്പോൾ എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. പിന്നെ അങ്ങനെയുള്ള ചില അബദ്ധങ്ങൾ പറ്റിപ്പോകുന്നുണ്ട്. ഇപ്പോൾ ജില്ലാ സെക്രട്ടറിയുടെ ചുമതലയല്ല. റഹീമിനെയൊക്കെ പക്ഷേ ഒരു പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ച് വിജയിപ്പിക്കാനുള്ള വലിയ ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം രാജ്യസഭയിലേക്ക് അയക്കാനേ പറ്റുള്ളൂ. അതിൻ്റെ പ്രശ്നമുണ്ട് CPMന് പുതിയ ആൾക്കാരെ. അതേസമയം അതുകൊണ്ടാണ് ഹരീന്ദ്രനും ആൻസലനും മുരളിക്കും പിന്നെ ജോയിക്കും ഇവർക്കൊക്കെ വീണ്ടും ഇളവ് കൊടുത്ത് മത്സരിപ്പിക്കേണ്ടി വന്നത്. ജോയി ജില്ലാ സെക്രട്ടറി ആയിരുന്നു. ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറിയിട്ട് പിന്നെ കാരണം വർക്കലയിൽ ജോയി അല്ലാതെ വേറെ ആളെ നിർത്താൻ പറ്റത്തില്ല ആ സീറ്റ് പിടിക്കാൻ. അപ്പോൾ ജോയി മത്സരിച്ച് വിജയിച്ച് കഴിഞ്ഞാൽ ജോയിക്കും ഹരീന്ദ്രനും പ്രശാന്തിനും വട്ടിയൂർക്കാവിൽ വീണ്ടും മത്സരിച്ച് ജയിക്കുകയാണെങ്കിൽ പ്രശാന്തിനും VK പ്രശാന്തിനും മുൻ മേയർ. അതോടൊപ്പം തന്നെ വർക്കലയിൽ നിന്ന് ജോയി മത്സരിച്ച് ജയിച്ചാൽ ജോയിക്കൊരു സാധ്യത എന്തായാലും മന്ത്രിസ്ഥാനത്തേക്ക് കാണുന്നുണ്ട്. രണ്ടാമതൊരു മന്ത്രി ആ ജില്ലയിൽ നിന്ന് വരികയാണെങ്കിൽ അത് പിന്നെ പ്രശാന്ത് വരുമോ അതോ പാറശാലയിൽ നിന്ന് ഹരീന്ദ്രൻ 3ാം വട്ടവും ജയിക്കുമ്പോൾ ഹരീന്ദ്രൻ വരുമോ എന്നുള്ള സംശയം മാത്രമാണ് അക്കാര്യത്തിലുള്ളത്. ഈ 3 പേരിൽ 2 പേര് മന്ത്രിസ്ഥാനത്തേക്ക് വരുമെന്നാണ് ഞാൻ പരിഗണിക്കപ്പെടുന്നത്. നെടുമങ്ങാട് നിന്ന് ഇത്തവണ GR അനിൽ മന്ത്രിയായിരുന്നെങ്കിലും നെടുമങ്ങാട് CPI വീണ്ടും വിജയിച്ചു കഴിഞ്ഞാലും GR അനിൽ മന്ത്രിസ്ഥാനത്തേക്ക് വീണ്ടും വരില്ല. കാരണം അദ്ദേഹം MLA ആയിട്ട് തുടരുകയുള്ളൂ. അപ്പം തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള മന്ത്രി സാധ്യത ഈ 3 പേരിൽ 2 പേർക്കായിരിക്കും എന്നാണ് പിന്നെ കാണുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മൾ കാണാത്തൊരു അടിയൊടുക്കുന്നുണ്ടെങ്കിൽ UDF പിന്നെ വൻ വിജയത്തിലേക്ക് പോകും. അതല്ല ഒരു നെക്ക് ടു നെക്ക് ഫൈറ്റാണ്. എങ്ങനെയെങ്കിലും അടുത്ത മുന്നിൽ ഭരണം കിട്ടിക്കഴിഞ്ഞാൽ നിലനിർത്തി കഴിഞ്ഞാൽ ഉള്ള സാധ്യതയെക്കുറിച്ച് മാത്രമാണ് ഞാനിത് പറഞ്ഞിട്ടുള്ളത്. അത് കരുതിയിട്ട് ആരും പിന്നെ പൊങ്കാല ഇടാൻ വരണ്ട. ഇടതുമുന്നണി അധികാരത്തിൽ വന്നാൽ നമ്മൾ ഈ പറഞ്ഞ ആളുകളിൽ നിന്നായിരിക്കും. ഇപ്പോൾ ഒരുപാട് പേര് ഇത്രയും പേരെ മന്ത്രിയാക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് കമ്മിറ്റി ഇടുന്ന ആൾക്കാരുണ്ടാവും. അവരോട് പറയാനുള്ളത് ഇതൊരു സാധ്യതാ പട്ടികയാണ്. ഇത്രയും പേരിൽ നിന്നായിരിക്കും 90% പേരെയും തിരഞ്ഞെടുക്കപ്പെടുക. ഇതിൽ പറയാത്ത ആരെങ്കിലും ഔപചാരികമായ ഒരു 10% പേര് പുറത്തുനിന്ന് ചിലപ്പോൾ വന്നൊന്നും വരാം.